പക്ഷേ എന്തിനാണ് ഈ വിവാദം എന്ന ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ അതിന് തങ്ങളുടേതായ കാരണങ്ങൾ മുസ്ലിം സംഘടനകൾ ഉയർത്തുന്നുമുണ്ട്. ആ വാദങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിങ് സുജയ പാർവതി. തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിവാദം എന്ന് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ പറയാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഈ സൂംബ ഡാൻസ്, ആ ഡാൻസ് നേരത്തെ തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകളിൽ അത് ചെയ്യണമെന്നുള്ളൊരു ഉത്തരവ് സർക്കാർ ഇറക്കിയതിനെ തുടർന്നാണ് മതസംഘടനകളുടെ ഭാഗമായിട്ടുള്ള ചില നേതാക്കൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ചില നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വരുന്നത്. ആദ്യമായിട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മുസ്ലിം സംഘടനയിൽപ്പെട്ട ഒരു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള TK അഷ്റഫാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. പാതി വസ്ത്രം ധരിച്ചുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം നൃത്തം ചെയ്യുന്ന രീതി എങ്ങനെയാണ് വ്യായാമമാവുക? അതിനോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല. അധ്യാപകൻ കൂടിയായിട്ടുള്ള താൻ അതിനോട് യോജിക്കില്ല, ഒരു പരിപാടിയിൽ പങ്കെടുക്കില്ല, തൻ്റെ മക്കളെയും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അയക്കില്ല എന്നുള്ളതായിരുന്നു TK അഷ്റഫ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സമസ്ത യുവജന വിഭാഗം നേതാവ് കൂടിയായിട്ടുള്ള അബ്ദുസമദ് പൂക്കോട്ടൂർ സമാനമായിട്ടുള്ളൊരു നിലപാടുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ നിലനിൽക്കുന്ന ഗൂഢലക്ഷ്യം രക്ഷിതാക്കൾ തിരിച്ചറിയണം. ഇവിടെ നിരവധി അധ്യാപക നിയമനങ്ങളൊക്കെ തന്നെ പൂർത്തിയാകാതെ നിൽക്കുന്നുണ്ട്. അതൊന്നും തന്നെ പൂർത്തിയാക്കാത്ത സർക്കാർ ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന ചോദ്യമാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ സംസ്ഥയുടെ കേന്ദ്ര മുഷാവറാംഗം കൂടിയായിട്ടുള്ള വഹാബുദ്ദീൻ നദുവയും സമാനമായുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നത്. ഇതിനു പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട്. മതമൂല്യങ്ങളെ അവഹേളിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനം നടപ്പാക്കുന്നതെന്ന് ഒരു ഭാഗത്തെ വഹാബുദ്ദീൻ ഒക്കെ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയേണ്ടത് ഇന്നിപ്പോൾ മലപ്പുറത്ത് ലീഗിന്റെ നേതൃയോഗം ചേരുന്നുണ്ടല്ലോ. ലീഗിന്റെ നിലപാട് എന്താണ് മുബഷീർ? മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഇതുവരെ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. 4:30 കൃത്യം 4:30 തന്നെ മുസ്ലിം ലീഗിന്റെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടുന്ന നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ഇത് വിവാദമാകാൻ സാധ്യതയുണ്ടാകുമായിരുന്നൊരു വിഷയമായിരുന്നില്ല എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ലീഗും ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന കൂടിയായിട്ടുള്ള MSF ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള കായിക പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ മുസ്ലിം ലീഗോ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള MSFO എതിരല്ല. പക്ഷേ സ്കൂളുകളിൽ കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ട അധ്യാപക നിയമനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ താല്പര്യം കാണിക്കുന്നതിന് പിന്നിൽ ഇരട്ടത്താപ്പുണ്ടെന്നാണ് ഈ ഒരു സംഘടനകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. ലീഗിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഈ വിഷയത്തിലെ പ്രതികരണം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനെ കാത്തിരിക്കാം. താങ്ക് യു മുബഷീർ. ഗോപാൽ ശീല സനലിലേക്ക് വന്നാൽ, ഗോപാൽ ശീല സനൽ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ പ്രതികരണം നമ്മൾ കേട്ടുകഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പ്രതികരിക്കാൻ ഈ വിഷയത്തിൽ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം മറ്റ് തിരക്കുകളിലൊക്കെയാണോ? എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ എതിർപ്പ് ഉയരുമ്പോഴുള്ള നിലപാട്? സുജയ പാർവതി, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. അദ്ദേഹം ഇന്ന് CPM സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിനാൽ തന്നെ അദ്ദേഹത്തിന് രാവിലെ നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചില്ല. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ വിവരങ്ങൾ തേടിയപ്പോൾ ഇതുവരെയും അത്തരത്തിൽ ഒരു പരാതിയോ അല്ലെങ്കിൽ വിമർശനമോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഔദ്യോഗികമായി അല്ലെങ്കിൽ പോലും അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വിവിധ സ്കൂളുകളിൽ 2 തരത്തിലാണ് സൂംബ പരിപാടികൾ നടന്നത്. ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടി, ലഹരി വിരുദ്ധ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. 2 എക്സൈസിൻ്റെ വിമുക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട സൂംബ ഡാൻസും അതാത് സ്കൂളുകളിൽ ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നിരുന്നു. ആ 2 പരിപാടികളും വൻ വിജയമായിരുന്നുവെന്നും ഈ ഘട്ടത്തിൽ കുട്ടികളുടെ മാനസിക ശാരീരിക ഉല്ലാസവും ആരോഗ്യവും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പരിപാടിയെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് അത് ഒരിക്കലും ശരിയായ നടപടിയല്ല എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാട്. അത്തരത്തിൽ പരാതികൾ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നതിനെ പറ്റി ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചേക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി മന്ത്രിയുടെ നിലപാട് എന്താണ് ഇതിൽ എന്നതാണ് കണ്ടറിയേണ്ടതായിട്ട്. നമുക്ക് കേൾക്കാനായി കാത്തിരിക്കാം. സ്കൂളിലെ സൂംബയിൽ വിവാദ ചുവടുകൾ വരുമ്പോൾ സൂംബ മാറ്റി യോഗയാക്കുമോ അതോ മറ്റേതെങ്കിലും തരത്തിൽ നമ്മുടെ ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ പീരീഡ് എല്ലാ ദിവസവും വൈകുന്നേരം ആക്കുന്ന രീതിയിൽ അത് മാറ്റം കൊണ്ടുവരുമോ അതോ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമോ? അതാണ് അറിയേണ്ടത്.